അങ്ങനെ അഞ്ജന അർജുൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ അവിടെ അഞ്ജനയുടെ ഭർത്താവ് അരവിന്ദ് കയറി വരികയാണ് കേട്ടോ. ഗേറ്റ് കടന്ന് വണ്ടി നിർത്തി അദ്ദേഹം അതിസ്പീഡിൽ അകത്തേക്ക് കയറുകയാണ്. കയറി വന്നിട്ട് അഞ്ജനയെ എന്ന് ഉച്ചത്തിൽ വിളിക്കുകയാണ് കേട്ടോ. പുറത്തെങ്ങും ആരെയും കാണാത്തതിനെ തുടർന്ന് അദ്ദേഹം വീടിന്റെ അകത്തേക്ക് ഓടിക്കയറുകയാണ്. എന്നിട്ട് അഞ്ജന എന്ന ഉച്ചത്തിൽ അവിടെ കയറി വിളിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് മഹേശ്വരി അമ്മയും മാധുരിയും പൂജയും എല്ലാവരും ഓടി വരികയാണ് കേട്ടോ. ഇതാരാണ് എന്ന് വിചാരിച്ചിട്ട് ഇവരെ കണ്ടിട്ടൊന്നും അദ്ദേഹം ഇങ്ങനെ ഒരാൾ കൺമുൻപിലുണ്ട് എന്ന ഒരു മൈൻഡ് കൊടുക്കാതെ വീണ്ടും അഞ്ജന എന്ന ഉച്ചത്തിൽ വിളിച്ച് അകത്തേക്ക് വീണ്ടും കയറി ഓടുകയാണ്. ആ സമയത്ത് നിൽക്കാൻ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇയാളുടെ ഇങ്ങനെയുള്ള പ്രകടനം കാണുമ്പോൾ പൂജയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. നിങ്ങൾ എന്താണ് ഇവിടെ, നിങ്ങളിവിടെ അഞ്ജനാമ്മയെ കൊണ്ടുവന്നോ എന്നൊക്കെ ചോദിക്കേണ്ട പൂജ. അതേടി, നീയും നിന്റെ ആ ആൻറ്റിയും ചേർന്ന് എൻ്റെ ഭാര്യ ഇവിടേക്കല്ലേ തട്ടിക്കൊണ്ടുവന്നത്, വിളിക്കവളെ, എനിക്കവളെ ഇറക്കിക്കൊണ്ട് പോകണം ഇവിടെ നിന്നും എന്ന് പറയാൻ കേട്ടോ. എന്തിന് അഞ്ജനാമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നത്, നിങ്ങൾക്ക് കൊല്ലാൻ വേണ്ടിയിട്ടോ എന്ന് ചോദിക്കേണ്ട പൂജ. ഞാൻ കൊല്ലുകയോ വളർത്തുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ഞാൻ അവളുടെ ഭർത്താവാണ്, എനിക്കതിനുള്ള അധികാരമുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പൂജ പറയുന്നുണ്ട്, ഇവിടെ ആരെയും കൊല്ലാനുള്ള അധികാരമൊന്നും തന്നിട്ടില്ല, ഇത് പുതിയ അറിവാണല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇതാരാണ് എന്ന് മനസ്സിലാവാതെ മഹേശ്വരമ്മയും മാധുര്യൊക്കെ അന്തം വിട്ട് നിൽക്കണ്ട. അപ്പോൾ അവരോട് ഇതാരാ പൂജ എന്ന് ചോദിക്കാൻ മഹേശ്വരമ്മ ഇതാണമ്മ അഞ്ജനാമ്മയുടെ ആ ദുഷ്ടനായ ഭർത്താവ് എന്ന് പറയാൻ. ഇത് കേൾക്കുമ്പോൾ മഹേശ്വരമ്മക്ക് ദേഷ്യം വരികയാണ്. ഇവനാണോ അത്? ഓഹോ, നീയാണല്ലേ അത്? എങ്ങനെ നിനക്ക് എൻ്റെ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കാൻ ധൈര്യം വന്നു? മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ, ഇതെൻ്റെ വീടാണ്, മഹേശ്വരമ്മയുടെ വീട് എന്ന് അവർ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അരവിന്ദ് ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കി നിൽക്കുകയാണ്. ഇവിടെ ഒരു ഭാര്യയും അന്വേഷിച്ച് വന്നിരിക്കുന്നു. തല്ലിക്കൊല്ലാനാക്കി ജീവച്ഛവമാക്കി വെച്ച ആളാണോ നിന്റെ ഭാര്യ? അങ്ങനെയാണോ ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ടത്? ഇത് എവിടുത്തെ മര്യാദയാണോ? അരവിന്ദ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയെ തല്ലുകയോ കുത്തുകയോ എന്തു ചെയ്യും, നിങ്ങൾക്ക് എന്തിനാ തള്ളയതിന്? അവളെ ഒളിപ്പിച്ച് വെച്ചിട്ട് നിങ്ങളൊന്നും ഇവിടെ സുഖമായിട്ട് കഴിയാമെന്ന് വിചാരിക്കേണ്ട, എല്ലാത്തിനെയും ഞാൻ കോടതിയിലും ജയിലിലൊക്കെ കയറ്റും, നോക്കിക്കോ എന്ന് പറയാൻ കേട്ടോ. അതിനുള്ള പണിയെല്ലാം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു, ഇനി തള്ളേ മക്കളും പേരമക്കളും എല്ലാവരും കൂടി ജയിലിൽ കയറാൻ റെഡിയായി നിന്നോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മഹേശ്വരമ്മ പറയുന്നുണ്ട്, നീ ഒരു ചുക്കും ചെയ്യില്ല, അധിക പ്രസംഗം നടത്താതെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോടോ. പൂജയും പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കണമെന്നില്ല, അഞ്ജനാമ്മ ഇവിടെ ഇല്ല എന്ന് പറയാൻ കേട്ടോ. നിങ്ങൾ അവളെ ഇവിടേക്കല്ലേ കൊണ്ടുവന്നത്, പിന്നെ അവൾ എവിടെ പോകാനാ എന്ന് ചോദിക്കേണ്ട അരവിന്ദ്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നത്, പക്ഷെ ഇപ്പോൾ അവരെ സഹോദരന്റെ കൂടെയാണ് പോയിരിക്കുന്നതെന്ന് പറയാണ്. അഞ്ജനയുടെ സഹോദരനോ, ആ കമ്മീഷണറോ? അദ്ദേഹം എന്നോ മരിച്ചു പോയില്ലേ, നിങ്ങൾ എന്താ ആളെ പറ്റിക്കാണോ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കാൻ കേട്ടോ. പൂജ പറയുന്നുണ്ട്, അദ്ദേഹം മരിച്ചിട്ടില്ല, കമ്മീഷണർ ഹേമചന്ദ്രൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവരുടെ കൂടെ തന്നെയാണ് അഞ്ജനാമ്മ ഈ വീട് വിട്ടു പോയത് എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അരവിന്ദ് ഒന്ന് ഞെട്ടിപ്പോവാണ്. ആ കമ്മീഷണർ ഒന്നും ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തെ വകവരുത്തിയത് എൻ്റെ മകനാ, നിങ്ങൾ ഈ പറയുന്ന അഞ്ജനാമ്മയുടെ മകൻ. അപ്പോൾ പൂജ പറയുന്നത്, അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, മുറിച്ചിട്ടാലും മുറി കൂടുന്ന ഇനമല്ലേ ഈ കമ്മീഷണർ എന്ന് പറയാൻ കേട്ടോ മഹേശ്വരമ്മയോ. ഇനി ഇവിടെ നോക്കി നിൽക്കാതെ ഒന്ന് ഇറങ്ങിപ്പോടോ എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം അല്പം ഷോക്കായി കിളി പോയ അവസ്ഥയിൽ ആ വീട് വിട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ആ കമ്മീഷണർ മരിച്ചിട്ടില്ലേ, പിന്നെ ഞാൻ എന്താണ് അറിഞ്ഞ വിവരം മരിച്ചു എന്നാണല്ലോ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കുന്നത് സ്നേഹസദനത്തെ രാധമോൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് കേട്ടോ. മല്ലിക എല്ലായിടത്തും അകത്തും പുറത്തും തിരയുന്നുണ്ട്. വസന്തൻ വരുമ്പോൾ വസന്തന് പറയുന്നുണ്ട്, വസന്ത നീ കണ്ടോ, രാധമോൾ ഞാൻ ഈ തൊട്ടിൽ കിടക്കി എത്തിയതാണ്, അവളെ കാണാനില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഒന്നും അറിയാത്ത മട്ടിലെ അവിടെ പ്രിയയും വരുന്നുണ്ട്. എന്തിനാ മല്ലിക ചേച്ചി, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. രാധമോളെ കാണുന്നില്ല, നീയല്ലേ അവളുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്ന്, നീ കണ്ടോ, നീയല്ലേ എടുത്തത്, സത്യം പറയടി എന്നൊക്കെ മല്ലിക പറയാണ്. പ്രിയ പറയുന്നുണ്ട്, ഞാനെങ്ങനെ എടുക്കാനാ, അല്പം മുൻപ് കുഞ്ഞിനെ എടുക്കാൻ വന്നപ്പോൾ നിങ്ങൾ തന്നെയല്ലേ എൻ്റെ അടുത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയത്, പിന്നെ ഞാനെങ്ങനെ എടുക്കാനാ അവരെ, ഇതെന്താ വല്ല കളിപ്പാവയോ മറ്റോ ആണോ എടുത്ത അലമാരയിൽ സൂക്ഷിക്കാൻ, ഇതൊരു മനുഷ്യ കുഞ്ഞല്ലേ, ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ, ഞാൻ ഇവിടെ ഒന്നും എങ്ങും പോയിട്ടില്ല എന്നൊക്കെ അവരും പറയാൻ കേട്ടോ പ്രിയ. അങ്ങനെ വസന്തനും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, സാറും അടുത്തില്ലല്ലോ, എന്താ ചെയ്യുക, എന്താ ഞാൻ അർജുനെ പൂജയും വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വസന്തൻ അർജുൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ. കുഞ്ഞിനെ കാണാത്ത വിവരം അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട ഉടൻ അർജുൻ ഷോക്കാവാണ്. അവൻ പൂജയും കൊണ്ട് സ്നേഹസദനത്തിൽ ഓടി വരികയാണ് കേട്ടോ. വണ്ടി നിർത്തിയതും പൂജ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് അകത്തേക്ക്. എന്തിയാ മല്ലിക ചേച്ചി സംഭവിച്ചത്, എവിടെ രാധമോളെ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ, പിന്നെ എന്ത് പറ്റി എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞ് പൂജ കരയാൻ കേട്ടോ. എന്താ ഉണ്ടായത് എന്ന് പിന്നെ അർജുനും ആശ്വാസം പോലെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വസന്തനും മല്ലികയും പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഒപ്പം കുട്ടികളും മുറ്റത്ത് കളിച്ചിരിക്കുകയായിരുന്നു, പിന്നെ എവിടേക്ക് പോവാനാണ് ആ കുഞ്ഞ്, നിങ്ങൾക്ക് ആരെങ്കിലും സംശയം അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ ഈ വീട്ടുമുറ്റത്ത് വന്നു പോയോ എന്ന് ചോദിക്കാൻ കേട്ടോ അർജുൻ. ഇവിടെ ആരും വന്നു പോയിട്ടില്ല,
പക്ഷേ അല്പസമയം മുൻപ് പ്രിയ കുഞ്ഞിനെ തൊട്ടിൽ നിന്ന് എടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ എടുത്ത് അവളെ ഉറക്കി വീണ്ടും തൊട്ടിൽ കിടത്തിയതാണ്. അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് കുഞ്ഞിനെ കാണാത്ത വിവരം അറിയുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പൂജ പ്രിയയെ പിടിക്കുകയാണ്. എടി, ഇനി അധികം ഒന്നും ഇവിടെ അഭിനയിക്കണ്ട. നിന്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്താണെന്ന് ശരിക്കും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പറയടി, എവിടെ എൻ്റെ രാധമോൾ എന്ന് ചോദിക്കാണ്ട പൂജ. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, പൂജ സത്യമായിട്ടും എനിക്കറിയില്ല. രാധമോൾ നിനക്ക് മാത്രമല്ല എനിക്കും എൻ്റെ സ്വന്തം മോളൊപ്പം തന്നെയായിരുന്നു. ഞാൻ പറയുന്നത് വിശ്വസിക്കേ. നിങ്ങൾ രണ്ടുപേരും എൻ്റെ നേരെ സംശയത്തോടെ നോക്കാതെ കുഞ്ഞ് എവിടെയാണെന്നൊന്ന് പോയി അന്വേഷിക്കാൻ നോക്ക്. അല്ലെങ്കിലും നിങ്ങളോട് എനിക്ക് ശത്രുതയുണ്ടെങ്കിലും എനിക്ക് ആ പിഞ്ചു കുഞ്ഞിനോട് എന്ത് തോന്നാനാ? അവളും എന്നെ പോലെ തന്നെ ഈ സ്നേഹസദനത്തിൽ വളരുന്ന കുഞ്ഞല്ലേ. പ്രിയയുടെ ഇങ്ങനെയുള്ള അഭിനയം കാണുമ്പോൾ പൂജക്ക് ദേഷ്യം വരാൻ കേട്ടോ. അവൾ പ്രിയക്ക് നേരെ കൈ ഓങ്ങുന്നുണ്ട്. ഒന്ന് നിർത്ത് പ്രിയ, നിന്റെ എല്ലാ നാടകങ്ങളും ഞങ്ങൾ ക്ഷമിക്കും. പക്ഷെ ആ കുഞ്ഞിനെ വല്ലതും ചെയ്താലുണ്ടല്ലോ, പിന്നെ നീ ജീവനോടെ പോകില്ല. എൻ്റെ കൈക്കൊണ്ടായിരിക്കും നിന്റെ അന്ത്യം എന്നൊക്കെ പറഞ്ഞ പൂജ പൊട്ടിക്കരയാൻ കേട്ടോ. അർജുനാണെങ്കിൽ അതേ ദേഷ്യത്തിൽ തന്നെ പ്രിയയെ നോക്കുന്നുണ്ട് കേട്ടോ. നിന്റെ ഒരു കള്ളത്തരങ്ങൾ ഞങ്ങൾ പിടിക്കപ്പെടില്ല എന്ന് നീ വിചാരിച്ചു. ഓരോ പൂട്ടിട്ടും നിന്നെ ഞങ്ങൾ മുറുക്കി പൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഒരിക്കലും നിനക്ക് പുറത്ത് കടക്കാൻ തക്ക വിധം നിന്നെ ഞാൻ പൂട്ടിയിരിക്കും എന്നൊക്കെ അവനും പറയാൻ കേട്ടോ.